ശ്രീമദ് ഭാഗവതത്തില് നിരോധം എന്നുള്ള ലക്ഷണത്തോടുകൂടി നമ്മൾ ദശമസ്കന്ധത്തിലൂടെയുള്ള ഒരു യാത്ര. കഴിഞ്ഞ ദിവസം നമ്മൾ 23-ാമത്തെ അധ്യായം വരെയുള്ള ഭാഗങ്ങളാണ് അനുസ്മരിച്ചത്. വിപ്രപത്നിമാർക്ക് കൊടുത്തതായിട്ടുള്ള അനുഗ്രഹം. പിന്നീട് നമ്മൾ ഇനി വേറൊരു പ്രകരണത്തിലേക്ക് കടക്കുകയാണ്. ഗോവർദ്ധന ചരിത്രത്തിലേക്ക് കടക്കുന്നു. ശ്രീശുക ഉവാച ചതുർവിംശോധ്യായ ഭഗവാനപി തത്രൈവ ബലദേവേന സംയുതാ പശ്യൻ നിവസൻ ഗോപാനിന്ദ്രയാകൃതോദ്യമാൻ തദഭിജ്ഞോപി ഭഗവാൻ സർവാത്മാ സർവദർശന പ്രശ്രയാവനതോ പൃച്ഛദ്വൃദ്ധാൻ നന്ദപുരോഗമാൻ. ഭഗവാൻ രാമേട്ടനോടുകൂടി ഗോകുലത്തില് താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരവസരത്തില് നന്ദഗോപരും അതുപോലെ തന്നെ ഗോപന്മാരെ എല്ലാവരും എന്തൊക്കെയോ ഒരു വലിയൊരു മഹായജ്ഞം നടത്തുവാൻ വേണ്ടിയിട്ട് ഉത്സാഹിക്കുന്നതായിട്ട് കണ്ടു. സർവജ്ഞനായിട്ടുള്ള സ്വരാട്ടായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണൻ എന്താണ് ഇതിന്റെ ഉദ്യമം, അല്ലെ? യജ്ഞകൃത്താണ് ഭഗവാൻ. ഇപ്പൊ തനിക്കായിട്ടുള്ള കാര്യങ്ങളെ തനിക്ക് മനസ്സിലാക്കാത്ത ഒരവസ്ഥയിലേക്ക് നടിക്കുക, അത്രേ ഉള്ളൂ അല്ലെ? ഭഗവാനെ സംബന്ധിച്ചിടത്തോളം നടിക്കുകയാണല്ലോ. അപ്പൊ അവരുടെ ഉദ്യമം എന്താണെന്ന് ഒക്കെ ആർക്കറിയാം? സർവജ്ഞനായിട്ടുള്ള ഭഗവാൻ അറിയാം, അല്ലെ? നന്ദഗോപര് മുതലായ ഗോകുലത്തിലെ വൃദ്ധന്മാരോടായിട്ട് വിനയത്തോടുകൂടി ചോദിച്ചു. കഥ്യതാമേ, നന്ദഗോപരോട് ചോദിച്ചു ഈ ഭഗവാൻ, കഥ്യതാമേ പിതഃ കോയം സംഭ്രമോവ ഉപാഗത കിം ഫലം കസ്യ ചോദ്ദേശ കേന വാ സാധ്യതേ മഘ. അച്ഛാ, എന്തിനുള്ള ഒരു പുറപ്പാടാണ് ഇത്? ശരിക്ക് എന്തെല്ലാം ദ്രവ്യങ്ങളാണ് അങ്ങ് അവിടുന്ന് സംഭരിക്കുന്നത്? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് ശരിക്ക് ഈ യജ്ഞമൊക്കെ നടത്തുന്നത്? കഥ്യതാമേ പിതഃ കോയം സംഭ്രമോവ ഉപാഗത. അവിടെ ഓരോന്നും തിരക്ക് പിടിച്ചുകൊണ്ട് സംഭ്രമത്തോടുകൂടി എന്താണ് അങ്ങ് ഇത് ഒരുക്കുന്നത് അവിടെ? ഇതുകൊണ്ട് എന്താണ് ഫലം? ഈ ഏതെങ്കിലും ഒരു ദേവതയെ ഉദ്ദേശിച്ചാണ് അങ്ങ് പൂജ ചെയ്യുന്നത്, യജ്ഞം നടത്തുന്നത്? ഏതാണ് ആ ദേവത? എന്തെല്ലാം ദ്രവ്യങ്ങളാണ് അവിടെ സംഭരിക്കുന്നത്? ഇതിന്റെ ഫലം എന്തൊക്കെയായിരിക്കും? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് പറഞ്ഞു തരൂ. ഏതൽ ബ്രൂഹി മഹാൻ കാമോ മഹ്യം ശുശ്രൂഷവേപിത നഹി ഗോപ്യം ഹി സാധൂനാം കൃത്യം സർവാത്മനാമിഹ. സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഗോപ്യമായിട്ട് വെക്കാറില്ല. സൽക്കർമ്മങ്ങളാണെങ്കിൽ പോലും സജ്ജനങ്ങളാണെങ്കിൽ ഒരിക്കലും ഗോപ്യമായിട്ടല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്, അല്ലെ? നമ്മളൊക്കെ പറയും ഔഷധം കഴിക്കുമ്പോഴും വഴിപാടുകൾ കഴിക്കുമ്പോഴൊന്നും ആരും അറിയരുതെന്ന്. ഭഗവാന്റെ തീരുമാനം അങ്ങനെയല്ല. ഭഗവാൻ എന്താ പറയുന്നത്? സജ്ജനങ്ങളാണെങ്കിൽ ഒന്നും രഹസ്യമാക്കി വെക്കേണ്ടതൊന്നുമില്ല, അല്ലെ? അതായത് സർവത്ര ആത്മദർശനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരെയും സമദർശനത്തോടുകൂടി മനസ്സിലാക്കുന്ന സജ്ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എവിടെയാണ് ഗോപ്യമായിട്ട് വെക്കാൻ സാധിക്കുക? അപ്പൊ താനെന്നും പിന്നെയോ അന്യനെന്നുമുള്ള ഭേദബുദ്ധി ഇല്ലാത്തവരും ബന്ധു, ഉദാസീനൻ, ശത്രു ഇങ്ങനെയുള്ള ഭാവങ്ങളില് ആരെയും വേർതിരിച്ച് കാണാത്തവരുമാണ് ആര്? സജ്ജനങ്ങള്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള സജ്ജനങ്ങള് ഒരിക്കലും ഒന്നും ഗോപ്യമായിട്ട് വെക്കില്ല. അതുകൊണ്ട് അച്ഛാ, രഹസ്യമായിക്കൊണ്ട് ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാര്യം എന്താണ്? ഇനി പറയുന്നു, അസ്തസ്വപര ദൃഷ്ടീനാം അമിത്രോദാസ്തവിദ്വിഷാം ഉദാസീനോരവിദ്വജ്യ ആത്മവൽ സുഹൃദുച്യതേ.
ഉദാസീനൻ ശത്രുവിനെ പോലെ വർജ്യനാണെന്നും, പിന്നെയോ സൗഹൃദമുള്ളവൻ തനിക്ക് തുല്യനാണ് എന്നും ഒക്കെ ആണ് യഥാർത്ഥത്തിൽ മഹാത്മാക്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ ആൾക്കാരില് ചിലര് വിവരമുള്ളവരോട് ചോദിച്ച് ആ കാര്യ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് ആ കർമ്മങ്ങളെ അനുഷ്ഠിക്കാറുണ്ട്. എന്ത് സൽക്കർമ്മങ്ങൾ നടക്കുകയാണെങ്കിലും അത് ഒരാളുടെ അനുവാദ പ്രകാരം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യണം. നമുക്കൊരിക്കലും സൽക്കർമ്മങ്ങളൊന്നും ഒറ്റയ്ക്ക് ചിന്തിച്ച് ചെയ്യാനുള്ളതല്ല. അവിടാണ് പണ്ട് ബ്രാഹ്മണരുടെ ഒരു അനുവാദം മേടിച്ചുകൊണ്ടാണ് ഓരോരോ കാര്യങ്ങളും നമ്മൾ നടത്താറ്. എന്തായാലും ഇവിടെ ഒരു യജ്ഞത്തിനുള്ള ഉത്സാഹമാണെന്നുള്ളത് ഭഗവാൻ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദേവതയെ സങ്കല്പിച്ച് ദ്രവ്യം സങ്കല്പിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഇതിന്റെയൊക്കെ ഫലപ്രാപ്തി എന്താണ്? സാധാരണ യജ്ഞത്തിന് സ്വർഗകാമോ യജേത. അപ്പൊ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് അച്ഛനോട് ചോദിച്ചത്. യഥാർത്ഥത്തില് ജ്ഞാത്വാജ്ഞാത്വാച കർമാണി ജനോയം അനുതിഷ്ഠതി വിദുഷ കർമ്മ സിദ്ധി സ്യാത് തഥാ നാവിദുഷോ ഭവേ. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വിവരമുള്ളവരോട് അത് ചോദിച്ച് കാര്യം മനസ്സിലാക്കിയാണ് യഥാർത്ഥത്തിൽ സജ്ജനങ്ങൾ അത് ചെയ്യാറ്. അതുകൊണ്ട് അച്ഛൻ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരണം എന്ന് അവിടെ ആവശ്യപ്പെട്ടു. അപ്പോ ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങള് വിവരമുള്ളവരുമായി ആലോചിക്കപ്പെട്ടതാണോ, അഥവാ നാട്ടു നടപ്പനുസരിച്ച് നടത്തിക്കുന്നതാണോ, ഏത് പ്രകാരമാണ് എന്നുള്ളത് അച്ഛൻ ഒന്ന് എനിക്ക് പറഞ്ഞു തരണം. എന്നിട്ട് ഞാൻ അതിന്റെ മറുപടി പറയാം എന്ന് പറയുമ്പോൾ നന്ദഗോപര് പറഞ്ഞു, ഉണ്ണി, ഇവിടെ നമ്മൾ എല്ലാ വർഷവും നമ്മളുടെ അഷ്ടദിക്പാലന്മാരായിട്ടുള്ള ലോകപാലന്മാരായിട്ടുള്ള ദേവന്മാര് ഇന്ദ്രന്റെ രൂപാന്തരങ്ങളായിട്ടുള്ള മേഘങ്ങള് അത് വർഷിക്കുന്നതിനനുസരിച്ച്, മഴ പെയ്യിക്കുന്നതിനനുസരിച്ച് സർവ്വജീവജാലങ്ങൾക്കും ആശ്വാസമേകുന്നതും, അതുപോലെ തന്നെ ആ സസ്യങ്ങള് ഓരോ ജീവന്റെയും ജീവസന്ധാരണത്തിന് വേണ്ടിയിട്ട് അതിനനുസരിച്ചതായിട്ടുള്ള പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള ജലവും അതിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള മറ്റ് വിഭവങ്ങളും ഒക്കെ നമ്മള് മറ്റുള്ളവരൊക്കെ ആ മേഘങ്ങളുടെ അധിപതിയായിട്ടുള്ള ഇന്ദ്രന്റെ സഹായത്തോടു കൂടിയാണ് ഇവിടെ മഴ പെയ്യുന്നത്, മഴ പെയ്ത് പുല്ല് വളരുന്നത്. ആ പുല്ലിൽ നിന്നും അല്ലെ പശുക്കൾക്ക് അല്ലെ നമ്മളുടെ ഗോക്കൾക്ക് പുല്ല് കഴിക്കാൻ സാധിക്കുന്നതും, അങ്ങനെ പശുക്കൾ വളർന്ന പശുവിൽ നിന്നും കിട്ടുന്ന പാല് കൊണ്ടാണ് നമ്മളുടെ ഇന്നത്തെ ഓരോ കാര്യങ്ങളും നമ്മൾ നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് ആ ഇന്ദ്രനെ നമ്മൾ യജ്ഞരൂപത്തില് എല്ലാ വർഷവും നമ്മൾ ആരാധിക്കുന്നു. ധർമാർത്ഥ കാമം മോക്ഷങ്ങൾ അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ആ ഇന്ദ്രന്റെ യജ്ഞോച്ഛിഷ്ടം കൊണ്ട് ഉപജീവനം നടത്തുന്നു. ശരിക്കും അല്ലെ, ഇന്ദ്രന്റെ കർമ്മത്തിന്റെ ഒരു ബാക്കിയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ഇന്ന് അനുഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് ജനങ്ങൾ ഇന്ന് കൃഷി മുതലായവ ഒക്കെ ചെയ്യുന്നതിന്റെ ഫലം ആ മേഘസ്വരൂപത്തിലൂടെ ഭഗവാൻ തന്നെ, ഇന്ദ്രൻ തന്നെ വരിശമായിക്കൊണ്ട് അല്ലെ നമുക്ക് വരുന്നു. അത് എന്താണ്, പരമ്പരയാ നമ്മൾ ആചരിക്കുന്നതായിട്ടുള്ള ഇങ്ങനെയുള്ള സൽക്കർമ്മങ്ങള് കാമം, ലോഭം, ഇത്യാദികളാൽ ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ സൽക്കർമ്മങ്ങളെ നമ്മൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ മേഘങ്ങളും ഇന്ദ്രനും തമ്മില് യാതൊരുവിധ വ്യത്യാസവും ഇല്ലാതെയാണ് യഥാർത്ഥത്തിൽ ആ മേഘങ്ങളെ പോലും ഇന്ദ്രനായി കണ്ടുകൊണ്ടാണ് നന്ദഗോപര അവിടെ പറഞ്ഞത്. എന്തായാലും ആ ഭഗവാന്റെ ചോദ്യങ്ങളുടെ ഉത്തരം പറഞ്ഞോടെ സംരംഭയജ്ഞം നടത്തുവാൻ വേണ്ടിയിട്ട് ദേവത ഇന്ദ്രനാണ് എന്നും ദ്രവ്യം ഇന്ദ്രൻ തന്നെ എന്താണ് വൃഷ്ടിയായിക്കൊണ്ട് അവിടെ നൽകുന്നതായിട്ടുള്ള
ആ മഴയിലൂടെ തരുന്നതായിട്ടുള്ള ഒരു അംശം. ഇതാണ് യഥാർത്ഥത്തില് ഫലം. ഇപ്പം ജീവജാലങ്ങളുടെ നിലനിൽപ്പ് തന്നെ യഥാർത്ഥത്തിൽ എന്താണ്, ഇപ്പം ഇന്ദ്രന്റെ അനുഗ്രഹങ്ങളെ കൊണ്ടാണ് എന്നുള്ള രീതിയിലേക്ക് എത്തി. അവിടെ ആഹാരവും ജലവും ഏതെങ്കിലും ഒരു രീതിയിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഇന്ദ്രന്റെ കഴിവ് കൊണ്ടാണ് എന്ന് അവിടെ പറഞ്ഞു. ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു, ആ നന്ദഗോപരുടെയും മറ്റ് ഗോപന്മാരുടെയും ഒക്കെ അഭിപ്രായങ്ങൾ കേട്ടതോടുകൂടി ഭഗവാൻ അവരോടായിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കർമ്മണ ജായത്തെ ജന്തു കർമ്മണ്യൈവ വിലീയത്തെ സുഖം ദുഃഖം ഭയം ക്ഷേമം കർമ്മണൈവാഭിപദ്യത്തെ. അച്ഛാ, നമ്മൾ ഇവിടെ ഈ ഒരു ഭൂമിയിൽ ജനിച്ചത് തന്നെ നമ്മൾ കർമ്മങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ജനിച്ചത്. ഇതില് ജനിക്കുമ്പോൾ ഇവിടെ എല്ലാം നമ്മൾ അനുഭവിക്കേണ്ടി വരും. സുഖമായാലും ദുഃഖമായാലും ഭയമായാലും ക്ഷേമമായാലും ഒക്കെ. അപ്പം ഈ സുഖം ദുഃഖം ഭയം അതുപോലെ ശ്രേയസ് ഇതൊക്കെ നമ്മളുടെ ഈ ഒരു പ്രാരബ്ധം അനുഭവിക്കുവാൻ വേണ്ടി നമ്മൾ ശരീരത്തെ ഇവിടുന്ന് സ്വീകരിച്ചിരിക്കുന്നത്. ഒടുവിൽ നമ്മള് ഈ പ്രാരബ്ധ കർമ്മങ്ങളുടെ ഒടുവിൽ നമ്മൾ നമ്മളുടെ ഈ ശരീരത്തെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നതോടെ ഇതൊക്കെ യഥാർത്ഥത്തിൽ കർമ്മഫലമാണ്. അതായത് ഇന്ദ്രന്റെ കഴിവ് കൊണ്ട് മാറ്റങ്ങൾ സംഭവിക്കുക എന്നുള്ളതല്ല. ഓരോരുത്തരുടെയും മാറ്റങ്ങൾക്ക് കാരണം, അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഇന്ന് രാവിലെ നമ്മൾ വാസനയെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കർമ്മങ്ങളാണ് നമ്മളുടെ ജീവിതത്തെ മുമ്പോട്ട് നയിച്ചു കൊണ്ടുപോകുന്നത്. അതിന് വേറൊരു ആർക്കും അതിന് പങ്കില്ലാന്ന്. എത്ര സത്സംഗങ്ങളിൽ നമ്മൾ ചെന്നിരുന്നാലും നമ്മൾ മാറിക്കൊള്ളണം നിർബന്ധമില്ല. ഇല്ല, നമ്മളുടെ മനോഭാവം എപ്പോഴാണോ നമുക്ക് ശുദ്ധമാക്കി മാറ്റാൻ സാധിക്കുന്നത് ആ സമയത്ത് മാത്രമേ നമുക്ക് മാറാൻ സാധിക്കുള്ളൂ. അത് വേറെ ആരുടെയും ഇതല്ല. നമ്മളുടെ മനോഭാവം മാറ്റം ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് വേണ്ടതായിട്ടുള്ള സത്സംഗങ്ങളെ നമുക്ക് ഉണ്ടാവണം. ഈ സത്സംഗങ്ങൾ ഉണ്ടാവാൻ എന്താണ് കാരണം? അതിന് കാരണമായിട്ടുള്ള ഇത് പല രീതിയിലുള്ള അസ്ഥിചേതീശ്വര കശിൽ ഫലരൂപ്യന്യ കർമ്മണാം കർത്താരം ഭജതേ സോമി നഹ്യകർത്തു അപ്പം മറ്റുള്ളവരുടെ കർമ്മങ്ങൾക്ക് ഫലരൂപിയായിക്കൊണ്ട് ഒരു ഈശ്വരൻ എന്നയാള് ഉണ്ടെങ്കിൽ അദ്ദേഹം കർമ്മം ചെയ്യുന്നവനെ അവലംബിക്കുന്നു. ഇപ്പം ഈ കർമ്മഫലം നൽകുവാൻ പ്രാപ്തനായിട്ടുള്ള ഒരു ശക്തി നമുക്ക് ഉണ്ട് എങ്കിൽ അദ്ദേഹം ആ കർത്തൃത്വത്തെ അവലംബിക്കുക അല്ലാത്ത പക്ഷം നമ്മൾ ഒരിക്കലും അതിന്റെ കർത്താവായിട്ട് വരുന്നില്ല. അപ്പൊ കർമ്മം ചെയ്യാത്തവന്റെ ഫലം നൽകാൻ അദ്ദേഹത്തിന് കഴിവില്ല. ഈ ലോകരെല്ലാം കർമ്മത്തിനനുസരിച്ച് ജീവിക്കുന്നവരാണ്, അല്ലേ? ഇപ്പൊ പൂർവ സംസ്കാര ഫലമായിട്ടുള്ള അത്തരം കർമ്മഫല അനുഭവത്തെ മാറ്റിമറിക്കുവാൻ ഇന്ദ്രൻ ഒരിക്കലും എത്ര വിചാരിച്ചാലും സാധിക്കുകയില്ല എന്ന് പറയാം. നമ്മളെ പോലെ തന്നെയാണെന്ന്. ലോകപാലന്മാരായിട്ടുള്ള ദേവന്മാരായിക്കോട്ടെ, അസുരന്മാരായിക്കോട്ടെ, യക്ഷന്മാരായിക്കോട്ടെ, ഗന്ധർവന്മാരായിട്ടുള്ള മനുഷ്യരായിക്കോട്ടെ, എല്ലാവരുടെയും നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തി നമ്മളുടെ മുകളിൽ ഉണ്ട് എങ്കിൽ നമ്മളുടെ ഈ ലോകത്തിന്റെ കർമ്മത്തിന്റെ ഭാവത്തിനെ ഒന്നും മാറ്റിമറയ്ക്കുവാൻ നമ്മളെ പോലെ തന്നെ ജനിച്ച, അല്ലെങ്കിൽ ഈ എങ്ങനെയാണ് ദേവേന്ദ്രൻ നമ്മളുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലേശം അല്ലെ, നമ്മളിൽ നിന്നും കുറച്ച് സാത്വികമായിട്ടുള്ള ഗുണങ്ങൾ കൂടി വന്ന് അതിലേക്ക് എത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോ അവരെ സംബന്ധിച്ചിടത്തോളം ലോകത്തെ മാറ്റിമറിക്കാൻ സാധിക്കില്ല. അതിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ശക്തിയുണ്ട്, ഈശ്വരൻ. അങ്ങനെയാണ് എങ്കിൽ അച്ഛാ, ഈ ഇന്ദ്രൻ എന്നും വിചാരിച്ചു കഴിഞ്ഞാല് ഒരു രീതിയിലും ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഇന്ദ്രൻ അല്ല ഇതിന് കാരണമായിട്ട് വരുന്നത്. ഇന്ദ്രൻ അശക്തനാണ്. ഇന്ദ്രനെ പൂജിച്ചിട്ട് യാതൊരു വിധ കാര്യവുമില്ല. ഇവിടെ ഭഗവാൻ യുക്തിവാദം ഉന്നയിക്കുകയാണെന്ന് ഒക്കെ ചില ആൾക്കാരൊക്കെ പറയും. പക്ഷെ അത്യന്തം ആ പറയുന്നത് ശരിക്കും നിർഭാഗ്യകരമാണ്, സത്യവിരുദ്ധമാണ് ശരിക്കും. കാരണം ഭഗവാന്റെ വാക്കുകളുടെ സാരം എന്താണ് ശരിക്കും? പ്രാരബ്ധം അനുഭവിക്കുക അല്ലാതെ
അതിനെ മാറ്റിമറിക്കുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. നമ്മൾ ശരീരം സ്വീകരിക്കുക തന്നെ പ്രാരബ്ധം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ. അപ്പം അതിന് പ്രാപ്തനായിട്ടുള്ള ഒരു ശക്തി ഉണ്ട് എങ്കിൽ അദ്ദേഹം ആ കർമ്മത്തിന് അധീനനും അതുപോലെ കർമ്മം ചെയ്യുന്നവരുടെ കർമ്മത്തിൽ ഭാഗഭാക്കാവുകയും ചെയ്യണം. ആ ശക്തി അങ്ങനെയെങ്കിൽ നൈഷ്കർമ്മ്യ അവസ്ഥയിൽ എത്തിയതായിട്ടുള്ള മുമുക്ഷുക്കൾക്ക് ഫലം നൽകാൻ ആ ഈശ്വരന് കഴിവില്ല എന്ന് പറയേണ്ടി വരികയല്ലേ? അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ഈശ്വരനെ കാണാൻ സാധിക്കുകയില്ല. അങ്ങനെയുള്ള രീതിയിലാണെങ്കിൽ ഈശ്വരൻ അല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. ക്ലേശകർമ്മ വിഭാഗാശ ഈരപരാമൃഷ്ട പുരുഷ വിശേഷ ഈശ്വര. ഈശ്വരന് ആ ഒരു ഒരു കർത്തൃത്വ ബോധം ഉണ്ട് എങ്കിൽ എല്ലാവരുടെയും കർമ്മത്തെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടതായിട്ടുള്ള ഫലത്തെ അവിടുന്ന് നൽകുന്നു. അതുകൊണ്ട് ഈ വ്രജത്തിന്റെ അഭിവൃദ്ധിക്ക് ഇന്ദ്രനെ ആരാധിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ നാം ചെയ്ത പ്രാക്തന കർമ്മ ഫലമായിക്കൊണ്ട് പ്രാരബ്ധം അനുഭവിക്കുന്നു എന്നല്ലാതെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഒന്ന് അനുഭവിക്കുവാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരിക്കലും അത് ഉപയുക്തങ്ങളാകുന്നില്ല എന്ന് അവിടെ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. സ്വഭാവതന്ത്രോഹി ജന സ്വഭാവമനുവർത്തതേ സ്വഭാവസ്ഥമിതം സർവം സദേവാസുരമാനുഷം. അപ്പം പൂർവ കർമ്മ ഫലത്തിന്റെ അനുസരിച്ചാണ് ഓരോരുത്തരുടെയും സ്വഭാവം, അല്ലെ? ദേവന്മാരായിട്ടും അസുരന്മാരായിട്ടും മനുഷ്യരായിട്ടും ഒക്കെ ഈ ലോകം എല്ലാം തന്നെ പല വിധത്തിലുള്ള സ്വഭാവത്തോട് കൂടിയിട്ടുള്ളവരാണ്. അപ്പം സ്വാഭാവികമായിട്ടുള്ള ഒരു സംസ്കാരത്തില് നമ്മൾ വളർന്നു വരുന്നു. അത് ലോകത്തിന്റെ രീതിക്കനുസരിച്ചും കർമ്മഫലത്തിനനുസരിച്ചും നമ്മളുടെ മുമ്പുള്ള കർമ്മഫലത്തിനനുസരിച്ചും. അപ്പം ഇവിടെ ഈ പൂർവ കർമ്മം അനുസരിച്ചുകൊണ്ട് ഉച്ചനീചത്വങ്ങളോടെയുള്ള ആ ജന്മമാണ് യഥാർത്ഥത്തില്. അപ്പം കർമ്മഫലം ആയാണ് യഥാർത്ഥത്തിൽ അവിടെ ശത്രുവായിട്ടും മിത്രമായിട്ടും പിന്നെയോ ഉദാസീനൻ എന്നുള്ളൊരവസ്ഥയിലേക്കും പിന്നെ ഗുരുനാഥനായിക്കൊണ്ട് ഈശ്വരനായിക്കൊണ്ട് എങ്ങനെയുള്ള ഒക്കെ ഉള്ള ഭേദവിചാരങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. അപ്പൊ നമ്മളുടെ ഒക്കെ വാസനയുടെ കാരണം എപ്പോഴും എന്താണ്? നമ്മളുടെ കർമ്മമാണ് എന്ന് അവിടെ പറയാണ്. അപ്പം അണു മുതല് ബ്രഹ്മാവ് വരെ എല്ലാവരും കർമ്മത്തിന് അധീനരാണ് എങ്കിൽ ആരും സ്വധർമ്മം അനുസരിച്ചേ അത് ചെയ്തുകൊണ്ട് മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അവരവരുടെ കർമ്മങ്ങളെ അവരവരുടെ സ്വധർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് മാത്രമേ അവരുടെ കർമ്മങ്ങളെ അത് സ്വാധീനിക്കുന്നുള്ളൂ. ആരെ ആശ്രയിച്ചാണോ നമ്മൾ ഉപജീവനം, അയാളാണ് യഥാർത്ഥത്തിൽ ദൈവം, ഇല്ലേ? നമ്മളൊക്കെ പറയാറില്ല, നമ്മൾ യാത്ര പോകുമ്പോ നമ്മളുടെ ദൈവമായിട്ട് നമ്മൾ കാണേണ്ട ആരെയാണ്? നമ്മൾ ആ ഡ്രൈവറാണ്. ആ ഡ്രൈവർ ദൈവമാണ്, ഈശ്വരനാണ്. ആ രീതിയിലാണ് നമുക്ക് കാണേണ്ടത്. അപ്പം അങ്ങനെയുള്ള ഉപജീവന ദാതാവിനെ വെടിഞ്ഞ് അന്യദേവന്മാരെ ഉപാസിച്ചു കഴിഞ്ഞാല് എന്താണ് ഫലം? വേറൊന്നുമില്ല അവിടെ പറയുന്നത്. ആജീവൈകതരം ഭാവം യസ്ത്വന്യമുപജീവതി തസ്മാത് വിന്ദതേ ക്ഷേമം ജാരം നാര്യസതീയഥ. ഒരു ദുഷിച്ച സ്ത്രീ ജാരനെ പ്രാപിച്ച് നശിക്കുന്ന ഫലമാണ് ഉണ്ടാകുക എന്ന് പറയാണ്. അന്യപുരുഷനെ സ്വീകരിക്കുന്നതിന് തുല്യമായിട്ട് വരികയാണ് യഥാർത്ഥത്തിൽ നമ്മള് അന്യദേവതയെ ആരാധിച്ചാല്. അപ്പൊ നമ്മളെപ്പോഴും യഥാർത്ഥമായിട്ടുള്ള ഈശ്വര സങ്കല്പം എന്താണെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് ആ ഈശ്വരനെ സേവിച്ചെങ്കിൽ മാത്രമേ യഥാർത്ഥത്തില് ഫലം നമുക്കുണ്ടാവുകയുള്ളൂ. ഇവിടെ വർത്തേത ബ്രഹ്മണ വിപ്രോ രാജന്യോ രക്ഷയാ ഭുവ വൈശ്യസ്തു വാർത്തയാ ജീവേൽ ശൂദ്രസ്തു ദ്വിജസേവയാ. വർണ്ണാശ്രമധർമ്മങ്ങൾ അനുസരിച്ചുകൊണ്ട് അല്ലെ, ബ്രാഹ്മണര് വേദങ്ങളെ കൊണ്ടും ക്ഷത്രിയര് പ്രജകളെ പരിപാലിക്കുന്നത് കൊണ്ടും വൈശ്യരോ അവര്
കൃഷി വാണിജ്യാദികളിലും ശൂദ്രൻ മറ്റു 3 പേരെയും സേവിക്കുന്നതിലൂടെയും ഒക്കെ ആണ് ജീവിക്കേണ്ടത്. അപ്പം നിഷ്കാമമായിക്കൊണ്ട് സ്വധർമ്മം അനുഷ്ഠിച്ചാൽ അത് ആണ് യഥാർത്ഥമായിട്ടുള്ള ശ്രേയസ്കരമായിട്ടുള്ള കാര്യം. അപ്പം ഇവിടെ സകാമം എന്ന് കണ്ടാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ ഇത്രയും അവിടെ അച്ഛനോടായിട്ട് പറഞ്ഞത്. അതുകൊണ്ട് സ്വധർമ്മം എന്തെന്ന് കൂടി ഓർമ്മിപ്പിച്ച് അത് അനുഷ്ഠിക്കുക അത് ഉപദേശിക്കുകയാണ് ചെയ്യുന്നത്. കൃഷി വാണിജ്യഗോ രക്ഷാകുസീതം ദുര്യമുച്യതേ വാർത്താച ദുർവിധാ തത്ര വയം ഗോവൃത്തയോ നിശം. കൃഷി വാണിജ്യം, പിന്നെയോ ഗോരക്ഷ, പണം പലിശയ്ക്ക് കൊടുക്കുക, ഇങ്ങനെയുള്ള രീതിയില് വൈശ്യര് അവര് ഉപജീവന മാർഗം നേടുന്നു. പിന്നെ അതിൽ നാം സ്വീകരിച്ചത് ആ ഗോക്കളെ പരിപാലിച്ചിട്ടുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു വൈശ്യ സമ്പ്രദായത്തില് ഗോക്കളെ പരിപാലിക്കുക എന്നുള്ള ഒരു ജോലിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം ഈ ലോകത്തിന്റെ നിലനിൽപ്പായാലും എന്താണ് ഉൽപ്പത്തിയായാലും അതിന്റെ നാശമായാലും ഒക്കെ എന്തിനാണ്? ഗുണങ്ങൾക്കനുസരിച്ചാണ്. രാജസം സാത്വികം രജസ്തമൈതി സ്ഥിത്യുൽപത്തി അന്തഹേതവ രജസോൽപദ്യതേ വിശ്വം അന്യോന്യം വിവിധം ജഗൽ. അപ്പം രാജസം, താമസം, അല്ലെ, സാത്വികം എന്നീ ഗുണങ്ങളെ ആശ്രയിച്ചുകൊണ്ടാണ് എങ്കിൽ അതില് രജോ ഗുണം മറ്റുള്ളവയുമായി സംയോജിച്ച് അത് ജഗത്തിന് ഉൽപ്പത്തിക്ക് കാരണമാകുന്നു, രജോ ഗുണം. പിന്നെയോ ആ രജോ ഗുണത്തിന്റെ തന്നെ സ്വാധീനത്തില് മേഘങ്ങള്, അല്ലെ, എല്ലായിടങ്ങളിലും വർഷിക്കുന്നു. അവിടെ എല്ലായിടങ്ങളിലും രജോ ഗുണത്തിന് കാരണമായിക്കൊണ്ട് മേഘങ്ങള് അവിടെ ഇതാവുന്നു. പിന്നെയോ ആ ജലം ജീവജാലങ്ങള് ഉപയോഗിക്കുന്നു. ഇതില് ഇന്ദ്രന് എന്ത് പങ്കാണുള്ളത്? അച്ഛനെ ആലോചിച്ച് നോക്കൂ. ഒന്നുമില്ല. അപ്പൊ നമ്മളാണെങ്കില് നാടോ നഗരമോ വീടുകളോ ഒന്നും സ്വന്തം ആയിട്ടില്ലാതെ കാട്ടിലും കുന്നിലും മേട്ടിലും ജീവിക്കുന്ന, അല്ലെ, വനവാസികളായിട്ടുള്ളവരാണ് നമ്മള്. അപ്പൊ ഇന്ന് വൃന്ദാവനത്തിലാണ് ഇപ്പോൾ നമ്മൾ ശരിക്ക്. അവിടെ വീടുകളില്ല, വണ്ടികള് നിരത്തി അവയിലാണ് യഥാർത്ഥത്തിൽ താമസം ഓരോരുത്തരും. വൃന്ദാവനത്തിലൊക്കെ അങ്ങനെയാണ്. അപ്പം ഇന്ദ്രനെ യജിക്കരുതെന്ന് മാത്രമല്ല, ഇന്ദ്രന്റെ ശത്രുവർഗത്തിൽപ്പെട്ടതായിട്ടുള്ള പർവ്വതത്തെ യജിക്കണമെന്നാണ് ഇനി പറയാൻ പോകുന്നത്. അല്ലെ, പണ്ട് പർവ്വതങ്ങളുടെ, അല്ലെ, ചിറകുകളെ വജ്രായുധങ്ങളെ കൊണ്ട് ഇല്ലാണ്ടാക്കിയതാണ്. ഇന്ദ്രന്റെ എതിരാളികളാണ് പർവ്വതം എന്ന് പറയുന്നത്. തസ്മാൽഗവാം ബ്രാഹ്മണാനാം മദ്രേശ്ചാരഭ്യതാം മഖ ഇന്ദ്രയാഗസംഭാരാസ്തൈരയം സാധ്യതാം മഖ. അതുകൊണ്ട് പശുക്കൾക്കായാലും ബ്രാഹ്മണർക്കും പർവ്വതത്തിനും വേണ്ടിയിട്ട് അച്ഛാ മഖ ആരഭ്യതാം, യാഗം ആരംഭിക്കട്ടെ. അവരെയാണ് പൂജിക്കേണ്ടത്, ഗോക്കളെയാണ് പൂജിക്കേണ്ടത്, ബ്രാഹ്മണരെയാണ് പൂജിക്കേണ്ടത്. അതുപോലെ തന്നെ ആ പർവ്വതത്തിനെ ആണ് പൂജിക്കേണ്ടത്. അപ്പൊ ഇതിനൊക്കെ കാരണം ഇവരാണ് ശരിക്കും. ഇവിടെ പർവ്വതങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ, ഗോക്കൾ ഇല്ലായിരുന്നുവെങ്കിൽ, ബ്രാഹ്മണരില്ലായിരുന്നുവെങ്കിൽ അച്ഛാ ഇതൊക്കെ നമുക്ക് സാധ്യമാവുമായിരുന്നോ? ഇല്ല. അപ്പൊ ഏത് കർമ്മത്തിന്റെയും അടിസ്ഥാനം എല്ലാ ചരാചരങ്ങളുടെയും രജസ്തമോ സാത്വിക ഗുണങ്ങൾക്കനുസരിച്ച് നടന്നു പോകുന്നു. അതുകൊണ്ട് അവയെല്ലാം ഉപയോഗിച്ച് അവിടെ എന്തൊക്കെയാണ് വേണ്ടത്? അവിടെ ഇന്ദ്രിയാഗത്തിന് സംഭരിച്ചതായിട്ടുള്ള ദ്രവ്യങ്ങളെല്ലാം ഇതിനു വേണ്ടിയിട്ട് ഉപയുക്തമാക്കുക. അവയെല്ലാം ഉപയോഗിച്ച് ബ്രാഹ്മണനെ പൂജിക്കുക, അവർക്ക് വേണ്ടതായിട്ടുള്ള പൂജകളെ ചെയ്യുക, ഗോവർദ്ധന യജ്ഞം അവിടെ ആരംഭിക്കുക. ഇതൊക്കെയാണ് വേണ്ടത്. അപ്പൊ ഗോവർദ്ധനത്തെ യജിക്കുക എന്ന് കേൾക്കുമ്പോൾ കേവലം നമുക്കൊക്കെ ഒരു ബാലിശമായിട്ട് തോന്നാം, അല്ലെ, പർവ്വതത്തെ പൂജിക്കുക എന്ന് നമുക്ക് തോന്നാം. പക്ഷേ യജ്ഞം സ്വീകരിക്കുവാൻ ഒരു പർവ്വതത്തിന് കഴിയുമോ എന്ന് ആര് ചോദിക്കും? എന്നാൽ അങ്ങനെയല്ല. പർവ്വതങ്ങൾ ജഡങ്ങളല്ല, അവയ്ക്ക് എന്തുണ്ട്? ആത്മാവുണ്ട്. അതെല്ലാം എന്താണ് ശരിക്ക്? ദേവതാ സംബന്ധികളാണ് ശരിക്ക്. ഇന്ദ്രൻ പണ്ട് പക്ഷച്ഛേദം ചെയ്യുന്നതിന് മുമ്പ് പർവ്വതങ്ങള്
ശരിക്കും എന്താണ് ചലിക്കുന്ന വസ്തുവായിരുന്നു അത്. ഇപ്പോൾ അത് അല്ലെ സ്ഥാവരമായി എന്ന് മാത്രം. സ്ഥാവര ജംഗമ വസ്തുക്കളില് പണ്ട് ജംഗമ വസ്തു ആയിരുന്നു ഈ പർവ്വതം, ഇപ്പൊ അത് സ്ഥാവരമായി എന്ന് മാത്രം. അതുകൊണ്ട് ഗോവർദ്ധന പർവ്വതം ഒരു ദേവതാസ്വരൂപമാണെന്നതിന് അനേകം ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് മഹാവിഷ്ണുവിന്റെ അംശം തന്നെയാണ് എന്ന് നമുക്ക് പല പുരാണങ്ങളും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. ഈ ഗോവർദ്ധനം എന്നുള്ളത് വിഷ്ണുവിന്റെ അവതാരം തന്നെയാണെന്ന് തന്നെ അവിടെ ഓരോരോ ഹരിവംശ പുരാണത്തിലും ഒക്കെ അവിടെ സൂചിപ്പിക്കുന്നു. അവിടെ പണ്ട് പൂർവകൽപ്പത്തില് ഗോവർദ്ധനൻ എന്നുള്ളൊരു ബ്രാഹ്മണൻ മഹാവിഷ്ണുവിനെ ഭജിച്ചു എന്നും ആ ബ്രാഹ്മണന്റെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ അവിടെ ഗിരിരൂപം ധരിക്കുകയും ആ ബ്രാഹ്മണൻ അതിൽ ലയിച്ച് സാരൂപ്യം പ്രാപിക്കുകയും ചെയ്തു എന്നൊരു ചരിത്രം നമുക്ക് നാരദീയ പുരാണത്തിലൊക്കെ കാണാം, നാരദീയത്തിലൊക്കെ കാണാനുണ്ട്. അപ്പം ആ കൃഷ്ണാവതാര കാലത്ത് ഭഗവാൻ ആ ബ്രാഹ്മണന്റെ സ്മരണയ്ക്കായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ഒരു ഗോവർദ്ധന പൂജ നടത്തിയത് എന്ന് അവിടുന്ന് പറയും. കൃഷ്ണാവതാരേ ഭഗവാൻ ജ്ഞാത്വാ ഗോവർദ്ധനം ദ്വിജം സംപ്രാപ്തം നിജ സാരൂപ്യം നന്ദാദ്യേ സമഭോജയേ. നാരദ പുരാണത്തില് നമുക്ക് നാരദീയത്തിൽ കാണാൻ സാധിക്കും. ഈ ഒരു ഗോവർദ്ധനൻ എന്നുള്ള ആ ബ്രാഹ്മണൻ ഈ പർവ്വതത്തിലേക്ക് അല്ലെ ഗിരിപർവ്വതമായിക്കൊണ്ട് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു, ആ ഗിരിയിലേക്ക് ലയിച്ചു എന്നും ആ ബ്രാഹ്മണനെ പൂജിക്കുന്നു. അപ്പൊ എന്തായി അവിടെ? രണ്ട് പൂജ അവിടെ ഒരുമിച്ചായി അവിടെ അല്ലെ. ദേവപൂജയും ബ്രാഹ്മണ പൂജയും പർവ്വത പൂജയും ഒക്കെ അവിടെ ഒരുമിച്ചായി അവിടെ. അപ്പം ശരിക്കും ഗോവർദ്ധനം എന്നുള്ളത് ഭഗവാന്റെ അംശമാണെന്ന് കൂടി പല പുരാണങ്ങൾ നമ്മളെ അവിടെ ഈ യജ്ഞമൂർത്തിയായിട്ട് തന്നെ നമുക്ക് ആ പർവ്വതത്തെ അവിടെ സ്വീകരിക്കാം എന്നും കൂടി അവിടെ ഭഗവാൻ അവിടെ കാണിച്ചു കൊടുക്കുന്നു. എന്തായാലും ആ പർവ്വതത്തെ യജിക്കുവാനുള്ള വിധികളൊക്കെ ശ്രൗത ഗ്രന്ഥങ്ങളിലൊക്കെ ലഭ്യമാകയാൽ അവിടെ ഭഗവാന്റെ യഥാർത്ഥമായിട്ടുള്ള ഓരോ ക്രമങ്ങള് പൂജിക്കുന്നതിൻ്റെയുള്ള ക്രമങ്ങളൊക്കെ അവിടെ ഉപദേശിക്കുന്നു. അവിടെ ഓരോ രീതിയിൽ അവിടെ പറയുന്നുണ്ട്. എന്താണ്? സംയാവാപൂപസൽക്കല്യ സർവദോഹശ്ച ഗൃഹ്യതാം. അതായത് ഈ പരിപ്പിൽ പാകം ചെയ്തതായിട്ടുള്ള പായസങ്ങള്, അതുപോലെ തന്നെ പലഹാരം, പരിപ്പ് പ്രഥമൻ, ഗോതമ്പ് കൊണ്ടുള്ള പായസം, യവം കൊണ്ടുള്ള ധാന്യം അതുകൊണ്ടുള്ള പലഹാരം, അപൂപം എന്ന് പറഞ്ഞാല് അപ്പം, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ഷഷ്കലി എന്ന് പറഞ്ഞാല് മുറുക്കാണ്, മുറുക്ക്. പിന്നെ എള്ളുണ്ട, അരി വറുത്ത് പൊടിച്ചത്, ഉഴുന്ന്, ഇവ ചേർന്നതൊക്കെ, ഇതെല്ലാം പാകം ചെയ്ത് ഗോരസങ്ങളെല്ലാം അവിടുന്ന് സംഭരിക്കണം. വേദജ്ഞരായ ബ്രാഹ്മണരെ കൊണ്ട് ആവാഹനീയാദി ശ്രൗതാഗ്നികളിൽ ഹോമം നടത്തിക്കൊണ്ട് മംഗളസൂചകമായിട്ടുള്ള ആ സ്വസ്തിവചനത്തോടുകൂടി അവർക്ക് വിഭവ സമൃദ്ധമായിട്ടുള്ള അല്ലെ സദ്യയും പശുദാനവും ദക്ഷിണയും ഒക്കെ നൽകണം. പിന്നെയോ ഏറ്റവും താഴേക്കടയിലുള്ള ആൾക്കാർ ആരാണ്? ശവചന്മാര് അല്ലെ, ശ്വാക്കളെ ഭക്ഷിക്കുന്നതായിട്ടുള്ള ശവചന്മാര്, ചണ്ടാളന്മാര്, മറ്റ് പല രീതിയിലുള്ള താഴ്ന്ന വർഗക്കാരായിട്ടുള്ളവരെയൊക്കെ അവരടക്കം എല്ലാവർക്കും സുഭിക്ഷമായിക്കൊണ്ട് ആഹാരം നൽകുകയാണ് വേണ്ടത്. അച്ഛാ, പശുക്കൾക്ക് ഇളം പുല്ല് തിന്നുവാൻ വേണ്ടിട്ട് കൊടുക്കുക. പിന്നെയോ ഗോവർദ്ധന പർവ്വതത്തിന് ബലി നൽകുക, പായസാദികളൊക്കെ നിവേദിക്കുക. എല്ലാവരും കുളിച്ച് നല്ല പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കുറുക്കൂട്ടുകളൊക്കെ തൊട്ട് ആടെ ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് അവിടെ സുഭിക്ഷമായിക്കൊണ്ട് ഭക്ഷണവും കഴിച്ച് പശുക്കളെയും ബ്രാഹ്മണരെയും ഗോവർദ്ധനത്തെയും ഒക്കെ എല്ലാവരും കൂടി നാമം ജപിച്ച് ആ ഗോവർദ്ധന പരിക്രമണം ചെയ്ത് നമസ്കരിക്കുകയാണ് വേണ്ടത്. ഇതാണ് യഥാർത്ഥത്തിൽ എന്റേതായിട്ടുള്ള അഭിപ്രായം എന്ന് അവിടെ ഭഗവാൻ പറഞ്ഞു. അതുകൊണ്ട് വന്ധ്യപിതാവായിട്ടുള്ള അങ്ങേക്കും മറ്റും ഈ ഒരു ഇത് സ്വീകാര്യമാണെങ്കിൽ പ്രകാരം ഗോവർദ്ധന പൂജ അവിടുന്ന് നടക്കട്ടെ എന്ന് അവിടുന്ന് പറഞ്ഞു. എന്തായാലും ഇന്ദ്രന്റെ ആ ഗർവിനെ ശമിപ്പിക്കാൻ ഇച്ഛിക്കുന്നതായിട്ടുള്ള കാലസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ പറഞ്ഞത് നന്ദഗോപരെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിച്ചു കേട്ടു. അവരതിനെക്കുറിച്ച് അനുമോദിച്ച്
ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം കാര്യങ്ങൾ നടത്തുവാൻ വേണ്ടി തീരുമാനിച്ച് ബ്രാഹ്മണരെ കൊണ്ട് അവിടെ നിന്ന് സ്വസ്തിവാചനം ചൊല്ലിച്ചു. പിന്നെ ഉപഹൃത്യ ബലീൻ സർവാൻ ആദൃതായ വസംഗവാം, പറഞ്ഞതായിട്ടുള്ള എല്ലാ നൈവേദ്യാദികളും ഒക്കെ സമർപ്പിച്ച് ബ്രാഹ്മണർക്ക് സദ്യയും പശുക്കൾക്ക് പൊല്ലും കൊടുത്ത് ബ്രാഹ്മണരുടെ ഒക്കെ ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് പശുക്കളെ മുമ്പേ നടത്തിക്കൊണ്ട് നന്ദാദികള് നന്നായി അലങ്കരിച്ച് ആ ശ്രീകൃഷ്ണന്റെ വാക്കുകളെയൊക്കെ വാഴ്ത്തുന്നതായിട്ടുള്ള ഗോപികമാരെയും മറ്റും കൂട്ടിക്കൊണ്ട് കാളകളെ പൂട്ടിയ വണ്ടികളിൽ അവിടുന്ന് ആ ഗോവർദ്ധനത്തെ പരിക്രമണം ചെയ്തു. അതിന്റെ ഒരു രീതി ആയിക്കൊണ്ട് ഇന്നും ആ ഗോവർദ്ധന പരിക്രമണവും വൃന്ദാവന പരിക്രമണവും ഒക്കെ നമുക്ക് വൃന്ദാവനത്തിൽ ചെന്നാൽ കാണാൻ സാധിക്കും. അവിടെ എന്തായാലും ഭഗവാൻ അവിടെ കൃഷ്ണസ്ത്വന്യതമം രൂപം ഗോപവിശ്രംഭണം ഗത ശൈലോസ്മീതി ബ്രുവൻ ഭൂരി ബലമാതൽ ബൃഹത്വപോ, അവിടെ വലിയൊരു ബൃഹത്വപോ വലിയൊരു ശരീരത്തെ അവിടെ സ്വീകരിച്ചുകൊണ്ട് ഭഗവാൻ ഒരു എന്താണ് ആ ഗോവർദ്ധന ഗിരി എങ്ങനെയാണോ ആ ബ്രാഹ്മണൻ ലയിച്ചതായിട്ടുള്ള ഭഗവാന്റെ ആ രൂപം ആ തന്റെ മായ കൊണ്ട് ഒരു വിശ്വരൂപത്തെ അവിടുന്ന് കൊണ്ടുപോയി. ഞാനാണ് ഇവിടെ, എന്നിട്ട് ഭഗവാൻ അവിടെ നിന്ന് പറയുകയും ചെയ്യുന്നുണ്ട്, എന്താണ്, ഞാനാണ് ദേവതാരൂപത്തിലുള്ള ഗോവർദ്ധനമെന്നും പറഞ്ഞു ആ നൈവേദ്യങ്ങൾ മുഴുവൻ ഭഗവാൻ അവിടെ നിന്ന് സ്വീകരിക്കുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. അപ്പോൾ കൃഷ്ണൻ ഒരു ഇതൊരു അത്ഭുതമാണെന്നും അല്ലെ, ദിവ്യരൂപം ധരിച്ച് പർവ്വതം നമ്മെ അനുഗ്രഹിച്ചു എന്നും ഒക്കെ ജനങ്ങളൊക്കെ പറഞ്ഞു നടക്കാൻ തുടങ്ങി. എന്തായി അപ്പം ഭഗവാൻ പറഞ്ഞതൊക്കെ കറക്റ്റാണ്, ശരിയാണെന്നുള്ളത് അവർക്ക് ഉറപ്പായി അവിടെ. എന്തായാലും ഈ പർവ്വതത്തിന് ഇഷ്ടമുള്ള രൂപം ധരിക്കാം എന്നിപ്പോൾ നമുക്കറിയാൻ കഴിഞ്ഞു. കാരണം നേരത്തെ പറഞ്ഞു സ്ഥാവരമല്ല, ഇത് ജംഗമമായിരുന്നു. ഇത് എല്ലാവരും വിശ്വാസം ഉറപ്പായി അവിടെ. ആ പർവ്വതത്തെ അവഹേളിക്കുന്നതായിട്ടുള്ള വനവാസികളെ പർവ്വതം നശിപ്പിക്കും എന്നുള്ള ഒരു സത്യത്തെ അവർക്ക് മനസ്സിലാക്കി. അതുകൊണ്ട് ഭാഗ്യവശാൽ അത് ജനങ്ങൾക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഇനി പർവ്വതങ്ങളെ കണ്ടാലും അവിടുന്ന് നമസ്കരിക്കുവാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായി. എന്തായാലും നമ്മളുടെയും ഗോക്കളുടെയും ഒക്കെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് ആ ഗോവർദ്ധനം എന്നുള്ള പർവ്വതരാജനെ നമുക്ക് എല്ലാവർക്കും കൂടി നമസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നന്ദഗോപര് ആ ഗോപന്മാരെയും ഗോപികമാരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് ആ വിശ്വരൂപമായിട്ടുള്ള ബൃഹത് വപുവായിട്ടുള്ള ഗോവർദ്ധന പർവ്വതത്തിന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഇങ്ങനെ ഭഗവാന്റെ പ്രേരണ കൊണ്ട് ഇവിടെ നന്ദാദികള് ഗോപന്മാര് ആ പർവ്വതത്തിനും അതുപോലെ തന്നെ പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ട വിധം അവിടെ യാഗകർമ്മങ്ങളൊക്കെ വാസുദേവ പ്രണോദിതാഹ യഥാവിധായത്തെ ഗോപാഹ സഹകൃഷ്ണ വ്രജം യജൂ. അല്ലെ, അങ്ങനെ പശുക്കൾക്കും ബ്രാഹ്മണർക്കും വേണ്ട വിധം യാഗകർമ്മങ്ങളൊക്കെ സമാപിപ്പിച്ച് ഭഗവാനോട് ചേർന്നുകൊണ്ട് നേരെ എല്ലാവരും കൂടി അമ്പാടിയിലേക്ക് ഗോകുലത്തിലേക്ക് തിരിച്ച് മടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ അധ്യായം അവിടെ അവസാനിക്കുന്നത്. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.